Welcome to my YouTube channel to Success. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. ഏതു ദിവസമാണ് കേരളത്തിൽ നിയമം മൂലം മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്തത്? ഉത്തരം ജനുവരി 26. മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഏത് ആൽക്കഹോൾ ആണ്? മെഥനോൾ. ഖുസ്ഖുസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കറുപ്പ് ചെടിയുടെ വിത്ത്. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന പരമാവധി പിഴ ശിക്ഷ എത്രയാണ്? 200 രൂപ. അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് മജിസ്ട്രേറ്റ് വാറന്റ് നൽകുന്നത്? സെക്ഷൻ 30. കള്ള് ഷാപ്പിൽ ഉപയോഗിക്കുന്ന ബോർഡിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം? 4:1. കേരള എക്സൈസിനെ എത്ര സോണുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്? 3. ബാറുകൾക്ക് നൽകുന്ന ലൈസൻസ് ഏതാണ്? FL3. കഞ്ചാവ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ലിജീഷ് കുമാർ. കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രി? AK ആന്റണി. ഏറ്റവും ലഘുവായ ആൽക്കഹോൾ? മെഥനോൾ. കള്ളിൽ ഏതു പ്രക്രിയയുടെ ഫലമായാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്? പുളിക്കൽ. സ്പിരിറ്റിൽ കൃത്രിമ നിറങ്ങളോ ഫ്ലേവറോ ചേർത്ത് വിദേശമദ്യം തയ്യാറാക്കുന്ന പ്രക്രിയ? കോമ്പൗണ്ടിംഗ്. വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാലയങ്ങളിലെ കൈപ്പുസ്തകം? ഉണർവ്. പനങ്കള്ളിൽ പരമാവധി അനുവദിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ്? 5.2%. കള്ളിലെ ഫെർമെൻറ്റേഷൻ പ്രക്രിയ അവസാനിച്ചാൽ ഉണ്ടാകുന്ന ആസിഡ്? അസെറ്റിക് ആസിഡ്. വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്ന വർഷം? 1982. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി? നേർവഴി. ഒരു എക്സൈസ് റേഞ്ചിൻ്റെ പൂർണ്ണ അധികാരമുള്ള ഏറ്റവും താഴ്ന്ന റേഞ്ചിലെ ഉദ്യോഗസ്ഥൻ? എക്സൈസ് ഇൻസ്പെക്ടർ. കേരള ലിക്വർ ട്രാൻസിറ്റ് റൂൾസ് നിലവിൽ വന്ന വർഷം? 1975. കേരളത്തിൽ മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പ്രായം? 23 വയസ്സ്. ലഹരി മരുന്നുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം? അഥർവവേദം. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം? 2000.